കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു. എൻ ജീവിതം ഇന്ന് യാഗമേകാൻ അൾത്താരമുന്നിലായേകിടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ. െല്ലാം ഞാൻ തിരുമുമ്പിലേകുന്നു കാണിക്കയായി. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുമ്പിലേകുന്നു കാണിക്കയായി. നിൻ സ്നേഹബലിയോടു ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. സ്നേഹബലിയോടു ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു. എൻ ജീവിതം ഇന്ന് യാഗമേകാൻ അൾത്താരമുന്നിലായേകിടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ. എൻ ജീവഭാരവും പിഴിനീർ കണങ്ങളും ഉയരുന്ന കാസയിലേകിടാം ഞാൻ. എൻ ജീവഭാരവും പിഴിനീർ കണങ്ങളും ഉയരുന്ന കാസയിലേകിടാം ഞാൻ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം കനിവാർന്നു നൽകണമേ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം കനിവാർന്നു നൽകണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു. എൻ ജീവിതം ഇന്ന് യാഗമേകാൻ അൾത്താരമുന്നിലായേകിടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു. എൻ ജീവിതം ഇന്ന് യാഗമേകാൻ അൾത്താരമുന്നിലായേകിടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ. ദൈവസ്നേഹം വിശുദ്ധ കുർബാനയായി കരകവിഞ്ഞൊഴുകുന്ന അസുലഭ നിമിഷത്തിൽ അഭിവന്യ ജോൺ പനന്തോട്ടം പിതാവിനോടൊപ്പവും വൈദികരോടൊപ്പവും ദൈവമക്കളായി ഒന്ന് ചേർന്ന് ഈ അൾത്താരയോട് ചേർന്ന് നിന്ന് ഈ ബലി നമുക്ക് അർപ്പിക്കാം. അഭിവന്യ പിതാവിൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈവാത്മാവിൻ്റെ കൃപ നിറയുന്നതിന് വേണ്ടി ഒരു കുടുംബമായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭ മുഴുവന് വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്യട്ടെ.
സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനേ. എത്ര നിറഞ്ഞിൽ നിന്നും കാണുന്നു നിന്ദാനം. തിരുവയരോളം കോപം നിലവിളിയാൽ നീക്കിയല്ലോ. അഹരോന്റെയുമാസ്കറിയാ തന്നുടെയും ഗോമുഖമതും മരണത്തെ നീക്കിയ ഫിനഹാസിൻ പ്രാർത്ഥനയും പോ അടിയാരുടെ ദൂരത്തെയും അൻപുടയോടെ കൈക്കൊള്ളുക. നിരവിട്ടീരേ ദൂതനിറങ്ങി ചെന്ന് ഇതമോടു മറിയാം ഗൃഹമതിൽ നസറേത്തിൽ ചൊല്ലിയത്. നിന്നോടു കൂടെ കർത്താവേ മണ്ണിടമകിലം പാലിപ്പോ. മുൾമരമെരിയാതിരി തന്നടുവിൽ കണ്ടതുപോ ചിന്മയനാം മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. അതിനാഭംഗവുമാ കന്യാ വ്രതമുദ്രയ്ക്കുണ്ടായില്ല. മോചനമതിനായി പാപികളെ വരുവിൻ യാചിപ്പിൻ. നോക്കു തുറന്നിടുമേ നാഥൻ തന്മാവിൽ. യാചിക്കുന്നു പ്രാപിക്കും അന്വേഷിപ്പോൻ കൈക്കൊള്ളും. കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. ബദുമുറുദു കരോ നോതോ ബുൽഹാനി ഗമുഹൈദേ. ബികാൽ ഫകരോ കാദിശോ വജസ്തി ദമുഖായോ. വൻകോ മുന്നിൽ യാമീനോ വ്യോമദുദനഹോരാ ഊസോ. Mariam thileto Yuhanon damto Kenon nahawulog mafisone halofain Yesaraha melain. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും
തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുശിത്തിറക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. പൗലോസ് ശ്ലീഹാ
ധന്യൻ ചൊൽകട്ടെ നീ ദേവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലുമാകൂവൻ താനേൽക്കും സഭതൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നും ധാരിക്കുമോ. സ്ലീഹായുടെ ഉടമന് സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ബാരിക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയാഗങ്ങളണച്ചിടുവിൻ കർത്തൃപ്രാകാരെ നിർമ്മല കാഴ്ചയുമാ. കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ. ബാരിക്കുമോർ. നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോഹവാസകാലത്ത് ഇവ പ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബത്സൈദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക.
അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യങ്ങളും മാത്രമേയുള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി അവ ആശീർവദിച്ചു, മുറിച്ചു, ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവജനനി ധന്യേ കന്യകയേ പരിമളധൂപത്തോടും നീ ചെന്നും നിന്നോടെ പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. നമുക്കെല്ലാവർക്കും അവിടെ ഇരിക്കാം. തിരുവചന സന്ദേശം നൽകുന്നതിനായി മെൽബൺ സീറോ മലബാർ രൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ ജോൺ പനന്തോട്ടം പിതാവിനെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ച, എൻ്റെ പ്രിയപ്പെട്ട സഹോദര വൈദികരെ, കൂടപ്പിറപ്പുകളെ, എൻ്റെ 7 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ, ഓസ്ട്രേലിയയിലെ എൻ്റെ പ്രവാസ ജീവിതത്തിൽ 3 തരം ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ദേവാലയത്തിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യത്തെ കൂട്ടരെ അവരെ നമ്മൾ ഒന്ന് ഹലോ എന്ന് പറയുന്നോ ചിരിച്ചു കാണിച്ചാൽ പോലും ചിലപ്പോൾ ദേ ആർ ഇൻഡിഫറൻറ്റ്, അതായത് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ റിയാക്ഷൻ, ദേ ആർ ടോട്ടലി ഇൻഡിഫറൻറ്റ്. രണ്ടാമത്തെ ഒരു കൂട്ടരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെ ന്യൂട്രലായിരിക്കും. നമ്മൾ ചിരിച്ച് കാണിക്കുമ്പോൾ അവർ ചിരിച്ച് കാണിക്കും, ഹലോ എന്ന് പറയുമ്പോൾ ഹലോ എന്ന് പറയും. ഹൗ ആർ യു? ഫൈൻ. ഹൗ ആർ യു? എവിടുന്നാണ് വന്നത്? ഇവിടുന്നാണ് വന്നത്. ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞു. പിന്നീട് ആ ബന്ധം തുടരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ദേ ആർ ന്യൂട്രൽ. ഏതോ ഒരാൾ വന്നു, കേഴ്സിയുടെ പേരിൽ ഹലോ പറഞ്ഞു, പരിചയപ്പെട്ടു, പിരിഞ്ഞുപോയി. എന്നാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്, ആദ്യത്തെ ആ ഒരു കോണ്ടാക്റ്റിൽ തന്നെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട്. അവരാദ്യം തന്നെ ദേ ബിക്കം ദി പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി. ആദ്യം തന്നെ കണ്ടുമുട്ടുമ്പോൾ മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കും. പിന്നീട് ആ ബന്ധം എപ്പോഴും സൂക്ഷിക്കും. ഞാൻ എന്തിനാണ് ഈ 3 കാര്യങ്ങൾ പറയാൻ കാര്യം? ഞാൻ ഫിലിപ്പച്ചനെ കാണുന്നത് വളരെ ആകസ്മികമാണ്. പക്ഷേ 1-2 തവണയും ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ബന്ധം വളരെയധികം ഊഷ്മമായിരുന്നു. അതെനിക്ക് തോന്നി ആ ബന്ധം അദ്ദേഹം തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ വിളിക്കും, അന്വേഷിക്കും. ഇടയ്ക്കെന്നെ കാണുവാൻ വന്നു, ഞാൻ അദ്ദേഹത്തെ കാണുവാൻ പോയി. അപ്പോൾ മനസ്സിലായി ഇതൊരു സ്നേഹബന്ധമാണ്. ചിലരങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എനിക്കിന്ന് ദേവാലയത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ
നിങ്ങളോടും എനിക്കത് തന്നെയാണ് തോന്നുന്നത്. ഇവിടെ ഈ മെൽബണിൽ നിങ്ങളുടെ ഒരു സഹോദരനായി എന്നെ കാണുകയും ആ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിക്കുകയും ആ സ്നേഹബന്ധത്തിൽ നിങ്ങളെന്നെ ഒരുമിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് കൂട്ടുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മളെല്ലാം സഹോദരി സഹോദരങ്ങളാണ്, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇപ്പോൾ ഫിലിപ്പച്ചൻ കാണിച്ച ഈ ഒരു മനോഭാവം, അതിനെ നമ്മൾ വിളിക്കുന്നത് കാത്തലിക് എന്നാണ്. കാത്തലിക്. എന്താണ് കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നറിയുമോ? ഓൾ ഇൻക്ലൂസീവ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിന് പറയുന്ന ഒറ്റ വാക്കാണ് കാത്തലിക്. നമ്മളൊക്കെ കാത്തലിക്സാണ്, കത്തോലിക്കരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭ എന്നുള്ളത് ദാറ്റ്സ് എ കോമ്പിനേഷൻ, ദാറ്റ്സ് എ പെർഫെക്റ്റ് യൂണിയൻ ഓഫ് 24 churches. 24 സഭകൾ ചേരുന്ന മനോഹരമായൊരു കുടുംബമാണ് കത്തോലിക്ക സഭ. ഈ 24 അംഗങ്ങളിൽ, കുടുംബാംഗങ്ങളിൽ ഒരു കുടുംബമാണ് സിറോ മലബാർ ചർച്ച്. അത് കാൽഡിയൻ പാരമ്പര്യത്തിലാണ് അതിൻ്റെ ഉറവിടം. എന്നാൽ സീറോ മലങ്കര ചർച്ച് ആൻറ്റിയോക്യൻ ഉറവിടമാണ്. അതുപോലെ റോമൻ ഉറവിടമാണ് ലാറ്റിൻ ചർച്ച്. ഇങ്ങനെ 24 സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ഇതിലെ അംഗങ്ങളാണ് കേട്ടോ നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് അഡ്രസ്സ് ചെയ്തത്, കൂടപ്പിറപ്പുകളാണ് നമ്മൾ കൂടപ്പിറപ്പുകളാണ്, ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്, ഈശോയുടെ മൗദീ ശരീരത്തിലെ അംഗങ്ങളാണ് നമ്മൾ. അപ്പോൾ ഈ സ്നേഹവും താല്പര്യവും എന്നും നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. എന്നാൽ നമ്മൾ ഓരോ കുടുംബത്തിൽ പെടുമ്പോഴും ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമുണ്ട്, ആ കുടുംബത്തിന് അതിൻ്റേതായ ഒരു ലിറ്റേർജിയുണ്ട്, ആരാധനാക്രമമുണ്ട്, ആ കുടുംബത്തിന് അതിൻ്റേതായ പാരമ്പര്യമുണ്ട്, ട്രഡീഷനുണ്ട്, ഹിസ്റ്ററിയുണ്ട്. ഉദാഹരണത്തിന് സീറോ മലങ്കര ചർച്ചിന് അതിൻ്റേതായ ആരാധന രീതിയുണ്ട്. എന്തൊരു മനോഹരമാണ്. സീറോ മലബാർ ചർച്ചിന് അതിൻ്റേതായ ആരാധന രീതിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉൾപ്പെടുന്നത് സീറോ മലങ്കര കുടുംബത്തിലാണ്. ഇതിൽ നമ്മൾ പ്രൗഡായിരിക്കണം. ഏതൊരു സഭയിൽ നാം അംഗമായിരിക്കുമ്പോഴും വി മസ്റ്റ് ബി വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ, ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു വികാരം രൂപപ്പെടുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഈ സഭയിൽ വന്നത്? ഞാൻ എങ്ങനെയാണ് സീറോ മലബാർ സഭയിൽ വന്നത്? ഫിലിപ്പച്ചൻ എങ്ങനെയാണ് സീറോ മലങ്കര സഭയിൽ വന്നത്? അത് ദൈവം തന്നതായിരുന്നു കേട്ടോ. ദൈവം തന്നതാണ്. ഇറ്റ് വാസ് ഗിവൺ ബൈ ഗോഡ്. ഇറ്റ് വാസ് നോട്ട് മൈ ചോയ്സ്. അതായത് ജനിച്ചപ്പോൾ എനിക്കെൻ്റെ മാതാപിതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ അവകാശമില്ലായിരുന്നു. ഗോഡ് ഗേവ് മീ മൈ പാരൻസ്. ഇനി ജനിച്ചു വളർന്നപ്പോൾ ഇത്രത്തോളം ഞാനായപ്പോൾ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ മാറ്റിയെടുക്കാൻ പറ്റില്ല. They are my parents. Joseph and Teresa, they are my parents. ദൈവം എനിക്ക് തന്നതാണ്. നിങ്ങൾക്കും അതെ. ഇടയ്ക്ക് വെച്ച് നമുക്ക് മാതാപിതാക്കന്മാരെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് തന്ന മനോഹരമായ ഒരു പാരമ്പര്യമുണ്ട്, സീറോ മലബാർ. ദൈവം തന്നതാണത്. ഫിലിപ്പച്ചനും നിങ്ങൾക്കും ദൈവം തന്ന ഒരു സഭയാണ് സീറോ മലങ്കര ചർച്ച്.
അത് കുറേ കഴിയുമ്പോൾ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഭയങ്കര പണിയാണത്. എനിക്കിഷ്ടമുള്ളിടത്ത് പോവുക, എന്തെങ്കിലും കാണിക്കുക, അതൊന്നും പറ്റുന്നില്ല. ദൈവം നിനക്ക് തന്നതാണ്. അപ്പോൾ അതിനോട് ആ ഒരു സ്നേഹവും കടപ്പാടും ബഹുമാനവും എന്നും നമ്മൾ പുലർത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മളെല്ലാവരും നമ്മുടേതായ കുടുംബാംഗങ്ങളാണ്. ഒരു കത്തോലിക്ക സഭയിലെ കുടുംബാംഗങ്ങളാണ്. പരസ്പരം പൂരകങ്ങളാണ് നമ്മൾ. ഈ ഒരു എന്താ പറയുക, ഇൻ്റർ കണക്ഷൻ ഈസ് ദെയർ. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനയിലേക്ക് കടക്കാം. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായന ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെ വചനങ്ങൾ. യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. ഇതെത്ര തവണ നമ്മൾ വായിച്ചിട്ടുണ്ട്, എത്ര തവണ ധ്യാനിച്ചിട്ടുണ്ട്. യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ആ മനോഹരമായ അത്ഭുതം ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ഓരോ ചിന്തയാണ്. എന്നാൽ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചോ വിശുദ്ധ കുർബാനയുടെ സൂചകത്തെക്കുറിച്ചോ ഒന്നുമല്ല. മറിച്ച് ഇതിൽ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഏകദേശം 5000-ഓളം വരുന്ന കുറേ കഥാപാത്രങ്ങൾ. അവരെപ്പറ്റി നമ്മൾ ധ്യാനിക്കാറില്ല. നാം ധ്യാനിക്കാറ് ഈശോയെക്കുറിച്ചും ഈശോ വർദ്ധിപ്പിച്ച അപ്പത്തിനെക്കുറിച്ചും. പക്ഷേ ഈ 5000-ഓളം പേര് വിശന്ന് വലഞ്ഞ് ദാഹിച്ച് ഈശോയുടെ പ്രഭാഷണം കേട്ട് അവിടെ വന്നിരുന്നു. എന്നിട്ട് ഇവർക്കൊന്നുമില്ലെന്ന് ഈശോ മനസ്സിലാക്കുന്നുണ്ട്. അവസാനം ഈ 5 അപ്പവും 2 മീനും ആശീർവദിച്ച് അവർക്ക് കൊടുക്കുന്നു. They were satisfied. They ate and they were satisfied. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അവർ തിന്ന് അവർക്ക് വയറും നിറച്ച് തിന്നു. അത് നമുക്കറിയാം, ഭക്ഷണം കഴിച്ച് സംതൃപ്തരാകുന്നത് വളരെ ചുരുക്കം പേരാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടി, അതിഷ്ടം പോലെ കഴിച്ചു. They were satisfied. ഈ 5000 പേരെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. Who are they? അവർ നമ്മളാണ്, ഞാനും നിങ്ങളുമാണ്. എന്തായിരിക്കണം? വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ്? ഈ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ തൃപ്തരായിട്ട് പോകുമ്പോൾ എന്തായിരിക്കണം? വാട്ട്സ് അവർ ആറ്റിറ്റ്യൂഡ് ടു ഗാഡ്? വി മസ്റ്റ് ബി താങ്ക്ഫുൾ ടു ഗാഡ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ബി താങ്ക്ഫുൾ ടു ഗാഡ്. ബി താങ്ക്ഫുൾ ടു ഗാഡ്. ഈ 5000 പേരിൽ പെട്ടവരാണ് നമ്മളൊക്കെ. അപ്പോഴേ എൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്ന, എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തുന്നൊരു വചനമുണ്ട്. അത് 107-ാം സങ്കീർത്തനമാണ്, 1-ാം വചനം. Oh, give thanks to God, for He is good and His mercy endures forever. മനസ്സിൽ എപ്പോഴും ഇട്ട് കളിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വചനമാണ്. Oh, give thanks to God, for He is good and His mercy endures forever. ദൈവത്തോട് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു, അവിടുത്തെ കാരുണ്യം അനന്തമാകുന്നു. ഓരോ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ദൈവം എന്തെല്ലാം തന്നെന്നറിയാമോ? അത് ഓർത്തെടുക്കണം നമ്മൾ. അത് നമ്മൾ പലപ്പോഴും അങ്ങ് മറന്നുപോകും. നമ്മൾ മറന്നുപോകും. ഞാൻ ഉദാഹരണം പറയാം. ഈ ഇരിക്കുന്നവരിൽ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇന്ന് ഈ ഓസ്ട്രേലിയയിൽ, ഈ മെൽബണിൽ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകൊണ്ടായിരുന്നു. നിങ്ങളുടെ കഴിവുണ്ടായിരുന്നോ? An emphatic no is the answer. No. കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാൻ നഴ്സിംഗ് പഠിച്ച്, ഞാൻ IT പഠിച്ച്, ഞാൻ പരീക്ഷ എഴുതി, IELTS എല്ലാം പാസ്സായി,
കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എത്തിയതാണ്. നോ നോ, നിന്നേക്കാൾ മിടുക്കരായ 10,000-കണക്കിന് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. നിന്റെ ക്ലാസ്സുകളിൽ നേഴ്സിങ്ങിനും പഠിച്ചപ്പോഴും IT പഠിച്ചപ്പോഴും നിന്നേക്കാൾ മിടുക്കരായ 10,000-കണക്കിന് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. 15,000-ഉം 10,000-ഉം 20,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവർ. അവരുടെ വലിയൊരു ആശയാണ് എങ്ങനെയും ഒന്ന് ഓസ്ട്രേലിയയിൽ എത്തിയെങ്കിൽ. ചിന്തിച്ചു നോക്കുക, നമ്മളെക്കാൾ മിടുക്കരായ എത്രയോ പേർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒന്ന് ഇവിടെ എത്തിപ്പറ്റാൻ. പക്ഷേ അവരെ ദൈവം അനുവദിച്ചില്ല. ദൈവം നിങ്ങളുടെ കൈ പിടിച്ച് കൊണ്ടുവരികയായിരുന്നു. വിശന്ന് ദാഹിച്ചപ്പോൾ ദൈവം നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു, ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് കാണുന്ന വീടും ഇന്ന് കാണുന്ന കാറും ജോലിയും മക്കളും എല്ലാം നിങ്ങൾക്ക് ദൈവം തന്നതാണ്. ഞാൻ 2 വർഷം മുമ്പ് ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ആ ധ്യാനത്തിൽ സംബന്ധിച്ചിരുന്നത് മക്കളില്ലാത്ത ദമ്പതികളായിരുന്നു. എന്നോട് പറഞ്ഞു, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് അവരോട് പറയാമോ? ഞാൻ അവരോട് പറഞ്ഞു, 100 കണക്കിന് ദമ്പതികൾ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, ഒരു കുഞ്ഞുണ്ടാകണമേ, ദൈവമേ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ. നടത്താത്ത പ്രാർത്ഥനയില്ല, ചെയ്യാത്ത ചികിത്സകളില്ല. തിങ്ക് അബൌട്ട് യു. ഇതായിരിക്കുന്നു മാലാഖമാരെ പോലെയുള്ള കുഞ്ഞുങ്ങൾ. ഇത് നിങ്ങളുടെ കഴിവായിരുന്നു. An emphatic no is the answer. ഇത് ദൈവം നിനക്ക് തന്നതാണ്, അറിഞ്ഞു തന്നതാണ്. അപ്പോൾ ഈ 5,000 പേരിൽ നമ്മളുണ്ട് കേട്ടോ. നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മളിപ്പം ഹൈലി സാറ്റിസ്ഫൈഡ്. എന്നിട്ട് തിരിഞ്ഞുപോയി എല്ലാ പൊടിയും മണ്ണിട്ട് തട്ടി പോവുകയാണ്. ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഗോഡ്. ബി താങ്ക്ഫുൾ ടു ഗോഡ്. ദൈവത്തോട് നന്ദി പറഞ്ഞ് തീർക്കാൻ ഈ ജീവിതം പോരാ. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പാടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗീതമുണ്ട്, എനിക്ക് മനോഹരമായി ഇഷ്ടപ്പെട്ട ആ മനോഹര ഗീതം ഇതാണ്. ഇതേ ആശയമാണത്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ സംഭവങ്ങളും ഇങ്ങനെ എടുത്ത് ധ്യാനിക്കുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, ദൈവമേ നിനക്ക് നന്ദി പറയുവാൻ എൻ്റെ വാക്കുകൾ മതിയാവില്ല. 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ടും എൻ്റെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നീ അത്ഭുതങ്ങൾ മാത്രമല്ല, നീ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ നീ അറിയുന്നുണ്ട്. ഇവിടെ ജനം ഈശോയോട് ചോദിച്ചില്ല, എനിക്ക് വിശക്കുന്നൊന്നും പറഞ്ഞില്ല. മറിച്ച് ജീസസ് felt sympathy on them. He looked at them and then he felt sympathy on them. ഈശോ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, they are hungry, they are thirsty. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അങ്ങോട്ട് പറയുകയാണ്. He is always with us.
ജീസസ് ഈസ് ഓൾവേസ് വിത്ത് അസ്. നമ്മളെ കാണുന്നുണ്ട്. അതുകൊണ്ട് ജോഷുവയോട് ദൈവം പറയുന്ന ഒരു മനോഹരമായ വചനവും കൂടെ ഓർത്തു വയ്ക്കണം. ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലെ 9-ാം വചനം, ഡോണ്ട് ബി അഫ്രൈഡ്, ഡോണ്ട് ബി ആങ്ഷ്യസ്, wherever you go, I will be with you. Don't be afraid, don't be anxious, wherever you go, I will be with you. നീ ഓസ്ട്രേലിയയിലായിക്കൊള്ളട്ടെ, നീ ഏതെങ്കിലും ജോലിയിലായിക്കൊള്ളട്ടെ, നീ ഒരിക്കലും സങ്കടപ്പെടണ്ട, നീ വിഷമിക്കണ്ട, ആകുലപ്പെടുകയും വേണ്ട. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ 2 കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് മനസ്സിൽ വയ്ക്കേണ്ടത്. ഒന്ന്, ബി താങ്ക്ഫുൾ ടു ഗാഡ് ഫോർ ഹിസ് ലവിങ് പ്രസൻസ്, ലവിങ് ഗിഫ്റ്റ്, ലവിങ് ബ്ലെസ്സിങ്, ആൻഡ് ഓൾവേസ് ട്രൈ ടു റിമെമ്പർ ഗാഡ് ഈസ് വിത്ത് മീ. ഡോണ്ട് ബി ആങ്ഷ്യസ്, ഡോണ്ട് ബി അഫ്രൈഡ്. May God bless you. Barkimor stamengalos. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വയം യാഗമായി തീർന്ന് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ഞങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്ത അഭികാമ്യമായ ശുദ്ധീകരണ ബലിയർപ്പണം അനുഗ്രഹീതവും ആ മധുരഫലം മഹനീയവുമാകുന്നു. കന്യകയിൽ നിന്ന് ജനിച്ചവനും ക്രൂശാരോഹണത്താൽ ഞങ്ങളെ രക്ഷിച്ചവനും മൃഗബലികളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രനാക്കിയവനുമായ കുഞ്ഞാടിന് ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. പാർക്കുമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശ്രസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാദ്രതയാൽ എൻ്റെ അസംഖ്യം പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവെ, ഞങ്ങളെ മാതാപിതാക്കന്മാരെയും സഹോദരീ സഹോദരന്മാരെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ ആദനുമായ മിശിഹാ രാജാവേ, ഞങ്ങളും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളെ സഹായത്തിന് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രതീകവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ.
സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിന്ന് സ്വത്രബലി കൈക്കൊള്ളുന്ന സർവശക്തനായ കർത്താവേ, പാപികളായ നിന്റെ ദാസരിൽ നിന്ന് ഈ ധൂപം കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ ബലിപീഠത്തോടെ ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്കും വേണ്ടി ആത്മീയ യാഗങ്ങളും കാഴ്ചകളും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കാഴ്ചകളിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവ് മിശിഹ മുഖാന്തരം ആവസിക്കണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. കർത്താവ് ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായി ഈ ദാസനേറ്റ് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ പരിശുദ്ധൻ, ദൈവപ്രദനായ പരിശുദ്ധ റൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളുടെ രണ്ട് ലോകങ്ങളിലും നീക്കും മനസ്സിലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബാരിക്കുമോ ദൈവജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ മറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നീതിമാന്മാരും സ്നേഹിതന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശ്വമുള്ള റൂഹായിലും കാതോലികവും സൈനികവും ഏകവും വിശുദ്ധമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ പറഞ്ഞ് മനുഷ്യനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. See the time of petition and the time for remission.
This is the time for worship, the proper time of God's mercy. Feet of the priest on high stair are placed on this day, and he celebrates holy sacrifice for those who receive the Lord. See the time of God's mercy. Friends, He takes pity on us, and at this time He makes peace with each of us in true love. Bargimos tamen galos. Lord, grant us in abundance your love, unity, and peace. We will offer praise and thanksgiving to you, and to your only begotten Son, and to your Holy Spirit, now and always and forever. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, അങ്ങയുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ, കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും നമ്മിൽ ചുംബിക്കണം. നൽശയോയും നമ്മെ കാക്കട്ടെന്നാളും, തൻസ്ലോമോയും നൽശയോയും നമ്മെ കാക്കട്ടെന്നാളും. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഈ കുർബാനയാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഹോശോ വബകൂല സബാൻ ലവൽ മീൻ. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും
പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ശുദ്ധൻ 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 സർവശക്തൻ യഹോവ, തങ്ങളുടെ മഹിമാവാൽ വാനും ഭൂവും സമ്പൂരിതമാം. ഹോശാന ഹോശാന വാനിടത്തിൽ. കർത്തൻ തൻ ദിവ്യനാമത്തിൽ വന്നോരി തന്നെ. ദൈവത്തിനു മഹത്വം വാനിടത്തിൽ. ദൈവത്തിനു മഹത്വം വാനിടത്തിൽ. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ, നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവേൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും
അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇതനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവനെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുൾ ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോട് മുഖാന്തരം നിന്നോട് കൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ മക്കൾ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാവുകയും ചെയ്യണമേ. ഹോശോ വബുകൂലസ്ബാൻ ലെവൽ മീ. പാർക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേയിച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബെസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ അധിപതിരാസനത്തിൻ്റെ മേൽപ്പട്ടക്കാരൻ അബുൻമോർ പീറ്റർ കൊമൻസോളി മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും അബുൻമോർ ജോൺ പനന്തോട്ടത്തിൽ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും അബൂൻ ആൻ്റണി മാർ സിൽവാനോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ, ശമാശന്മാർ, ദേറായ്ക്കാർ മുതലായവർക്ക് വേണ്ടിയും
ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശ്വസ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യപ്രദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാർക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിൽ ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്ക് അർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാർക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലാക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോർ ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ, സ്ലീഹന്മാർ, പ്രസംഗകർ, എവങ്കലിസ്തന്മാർ, സഹദേന്മാർ, മൗദ്യാനന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. O Lord, keep us under the protection of your saints and grant us their communion. Together with them, we will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. ബാരിക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് എഴുപ്പത്തിലുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മേൽപ്പാമാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാരിക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ.
എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായ മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനുമായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മരിച്ചുപോയവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാധരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉടയോ നീവിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുത്തുന്നു ദാസനാദം ബാരക്കുമോ ഉറിയിലായിസോ ആവശ്യ കായാജിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ അടിയാരി തള്ളിടല്ലേ ബാരിക്കുമോ ഉറിയിലായിസോ അലിവോടു ശിക്ഷടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹരിശം നീ കാക്കേണമേ ബാരിക്കുമോ ഉറിയിലായിസോ. ബാരിക്കുമോ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും മധുരങ്ങളും നീ തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിപ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ
ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനും ആയിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിശ്വാസങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടി പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിൻ്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്ത് വന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യമോർ ഭയഭക്തിയോടുകൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. ആമേൻ. തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ തിരുമേനയുടെ വിലയേറിയ പീഡാനുഭവത്താൽ ഈ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാം ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന കാതരയോർക്കേണം. നയവാൻമാർ പുണ്യപ്പെട്ടു ൃംഗീച്ചേകുമവർക്കാശ്വാസം സ്വഗീപുത്രൻ ദൈവം മുറിയോരാഹി മേലൈനുമാതാരേ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഈ സമയത്ത്
നമ്മുടെ ഈ കൂടിവരവിനെയും ഇവിടെ സന്നിഹിതനായിട്ടുള്ള അഭിമന്യ പിതാവിനെയും വൈദികരെയും ദൈവമക്കളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് ഈശോയിൽ നിന്ന് വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയാ ഹാലേലൂയാ നിൻവല ഭാഗേ രാജഭാമിനിയും ജനമോർക്കായിക പിതൃഗൃഹവും ബാരിക്കുമോ ശുഭഹോലബുറോവൽ റൂഹോ കാദീശോ മെനവോലം വാദാമലവോലം ബൽമീനാമേ ഭക്തർഭുഗശാഭാജനമേ നിന്നുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ താൻ പക്കലപേക്ഷയണ് കേണം സൗമൻ കാലോസ് കുറിയേലായിസോ വാഴ്വിന്നാകണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനു കോട്ട ബാരിക്കുമോ ശുഭഹോലബുറോവൽ റൂഹോ കാദീശോ ദൈവാംബിക കന്യാമറിയാമിന്നായി പരിമളധൂപചുരുൾ വായുവിലുയരുന്നു മുറിയോറാഹെ മേലൂവാദാരേ കീടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള നീ ഏകാത്മജനോടർത്ഥിക്കാം ഞങ്ങളിൽ ആർദ്രത തോന്നിടാം നയവാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാധിക്കുമോ മെനവോലം മാതാമിലവോലം വൽമീനാമേ ഒരു പോലിങ്ങും മാർത്തോമാസ്ലിഹ വാനിലും അതുപോൽ നിന്നോർമ്മ ഉയരണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സൗമൻ കാലോസ് കുറിയേലായിസോ പ്രാർത്ഥനയിൻ സമയമിതല്ലോ തോമാസ്ലിഹ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാഴ്ത്തേണം ബാരിക്കുമോ നിന്നെ വാരിച്ചൊരു താതനും തോമാസ്ലീഹ
നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടിച്ചൂടിക്കുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാൻ. മക്കളിലപ്പൻ കൃപ ചെയ്യും അതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാരിക്കുമോ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. മനോലം മാതാമിനവോലം വൽമീനാമേ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞുദാസരിൻ ജീവാസ്വരമതുണർത്തണമേ. കബറിനും പറുദീസായ്ക്കായി സൗമൻ കാലസ്കുറിയേലായിസോ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നേ അവരവരുയിരോടെ എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. ബാരിക്കുമോ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവോ. പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാ അങ്ങെത്തിട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താ തന്നരുളിന്നു മഹത്വം. മുറിയോരാഹെ മേലേനു ആധാരേ. മരമതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരം കൈക്കൊണ്ടിടേണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദി മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകിയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ നീ ആശീർവദിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. വേൽ താല്പര്യപൂർവം സംബന്ധിക്കുന്നവരിലും സംബന്ധിച്ചവരിലും പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ.
നാഥ കൃപ ചെയ്യണമറിവാൻ, കൃപ ചെയ്യണമുത്തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി. കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. പട്ടക്കാരോടു കർത്താവിവരെ പ്രിയമേച്ചാക്കി ഭൂമിയതിങ്കൽ അണിയിച്ചാരവരീശം തന്നോടെ സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാനേ. നായകനാം തന്നാദരഹസ്യങ്ങളതാ മണ്ണിൻ വിളവുകൾ ശ്രേഷ്ഠാചാര്യം കാഴ്ചയണച്ചു തന്നോടെ പക്കലിറങ്ങി വരാനാ നിന്നു വിളിച്ചിടും നഗമേനൽ ശരണത്താലേ. അഗ്നിമയന്മാരെ നോക്കി വിറച്ചിടുന്നു അവനെ മേശയിലപ്പം വീഞ്ഞാൽ നീ കാണുന്നു മിന്നലൊടുത്തവർ നോക്കുകിലെരിയും മോടനെ അവനെ മൺമയർ ഭാഷിച്ചു മുഖം തെളിയും നേറ്റം.
സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ നീക്ക് ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഭക്ഷിച്ച നിന്റെ തിരു ശരീരവും പാനം ചെയ്ത പാപപരിഹാരപ്രദമായ നിന്റെ തിരു രക്തവും ഞങ്ങളുടെ ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർമേൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. കർത്താവേ, ദൈവികമായ നിന്റെ വിരന്നിൽ സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്തോത്രം ഞങ്ങൾ ഏവരും അങ്ങേ കേകിടുമെന്നും നിന്താതന്നും റുക്കുദിശായ്ക്കും സ്തുതി പാടിയിടും. നിൻ തിരുഗാത്രം കൈക്കൊണ്ടോരാം ഞങ്ങളെ നാഥ, ദുഷ്കൃതമഖിലം നീക്കി സധയം പാലിക്കേണമേ. കർത്താവേ, നിൻ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ലവരാ മൃതർ പുണ്യാപേ സഹോദരങ്ങളെ, വാത്സല്യ ഭാചനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവിക്കുന്നവരും മരിച്ചവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസയുടെ റോഷ്മയാൽ മുദ്രിതരുമേ, ഈ തൃത്വം നിങ്ങളുടെ അടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ
ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹവും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവിൻ എന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമേൻ. കർത്താവിന്റെ കൃപ സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.